എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോവാർ ഇഡ്ഡലിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഉഴുന്നും ഉലുവയും നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 2 മണിക്കൂർ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ നിന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് കുറച്ച് അവലൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അപ്പോൾ ഞാൻ 1/4 കപ്പ് അവൽ ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. 15 മിനിറ്റ് ഇതൊന്ന് കുതിർത്തി വെച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതെല്ലാം അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഉഴുന്നും ഉലുവയും 2 മണിക്കൂറാണ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവൽ 15 മിനിറ്റ് മാത്രമാണ് കുതിർത്തി വെച്ചത്. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നും ഉലുവയും അതുപോലെ കുതിർത്തി വെച്ചിരുന്ന അവലുമാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്നെല്ലാം ഇവിടെ അരച്ചെടുത്ത ശേഷം 1 കപ്പ് ജോവാർ പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം ഇത് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷമാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവൊന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 8 മുതൽ 10 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഞാനിത് രാത്രിയിലാണ് അരച്ച് വെച്ചത്. അടുത്ത ദിവസം രാവിലെ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണയൊന്ന് തടവിയ ശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് 10 മുതൽ 12 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് അല്പം ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം ഇഡ്ഡലി തട്ടിൽ നിന്ന് നമുക്കിത് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാധാരണ ഇഡ്ഡലി പോലെ ആ ഒരു ടേസ്റ്റ് അല്ല. അപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്